നമ്മളെ ബിസിനസ് ഗ്രോ ചെയ്യുന്നത് നമ്മളിലേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ലീഡ്സ് വരുമ്പോഴാണ്, എൻക്വയറീസ് വരുന്ന സമയത്താണ്. ഒരുപാട് ബിസിനസ് ഓണേഴ്സ് പറയാറുണ്ട്, ഞങ്ങൾക്ക് സെയിൽസ് ഇല്ല, കസ്റ്റമേഴ്സ് വരുന്നില്ല, അതുപോലെ തന്നെ ബിസിനസ്സിൽ ഒരു ഗ്രോത്ത് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ. പക്ഷേ റിയൽ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് സെയിൽസ് ഇല്ലാത്തതല്ല, നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ലീഡ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. നോ ലീഡ്സ് എന്ന് പറഞ്ഞാൽ നോ കസ്റ്റമേഴ്സ് എന്നുള്ളതാണ്. അതുപോലെ നോ കസ്റ്റമേഴ്സ് ഈക്വൽ ടു നോ സെയിൽസ്. ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് സെയിൽസ് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലീഡ്സ് വരണം. ലീഡ്സ് നമുക്ക് ക്വാളിറ്റി ലീഡ്സ് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്കത് സെയിൽസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവുക. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ലീഡ് ജനറേഷൻ സിസ്റ്റം നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്ന് നമ്മുടെ ഡിജിറ്റലൈസേഷൻ പ്രോഗ്രാമിന്റെ 3rd ഡേ ആണ്. നമ്മൾ ഫസ്റ്റ് ഡേയിൽ എങ്ങനെയാണ് ഓഫ്ലൈന് ബിസിനസ് എന്തുകൊണ്ടാണ് സ്ട്രഗിൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ സെക്കൻഡ് ഡേയിൽ എങ്ങനെയാണ് നമ്മളൊരു ഓൺലൈൻ പ്രസൻസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക, അതിന് എങ്ങനെയാണ് ഒരു ലീഡ് ജനറേഷൻ സിസ്റ്റംസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ സെക്ഷൻ 1 എന്നുള്ളത് വാട്ട് ഈസ് എ ലീഡ്. നമ്മൾ എന്താണ് ലീഡ് എന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ്, എ ലീഡ് ഈസ് സിംപ്ലി എ പേഴ്സൺ ഹൂ ഇൻട്രസ്റ്റഡ് ഇൻ യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു ലീഡ് എന്ന് പറയുന്നത് ഒരാൾക്ക്, ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഒരു പേഴ്സണ് നിങ്ങളുടെ പ്രൊഡക്റ്റിലോ സർവീസിലോ ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു പേഴ്സൺ ആണ് ലീഡ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, someone send you message on WhatsApp, someone fill contact form, someone call your business, someone ask for quotation. ഇതെല്ലാം ലീഡ്സ് ആണ്. നമ്മുടെ സർവീസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ ആവശ്യപ്പെട്ട് ഏതെങ്കിലും ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് മെസ്സേജസ് അയക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ലീഡ്സ് ആണ്. നോട്ട് എവ്രി ലീഡ്സ് ബിക്കം എ കസ്റ്റമർ. എല്ലാ ലീഡ്സും നമ്മുടെ കസ്റ്റമേഴ്സ് അല്ല എന്നുള്ളതാണ്. ബട്ട് എവറി കസ്റ്റമർ സ്റ്റാർട്ട് ആസ് എ ലീഡ്. പക്ഷെ എല്ലാ കസ്റ്റമേഴ്സും ഒരു ലീഡായിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദ മോർ ക്വാളിറ്റി ലീഡ്സ് യു ജനറേറ്റ്, ദ മോർ ഓപ്പർച്യൂണിറ്റി യു ഹാവ് ടു മേക്ക് സെയിൽസ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം നല്ല ലീഡ്സുകളാണ് ജനറേറ്റ് ചെയ്യുന്നത്, അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾക്ക് സെയിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സെക്ഷൻ 2, വൈ എവറി ബിസിനസ് നീഡ് എ ലീഡ് ജനറേഷൻ സിസ്റ്റം. എന്തുകൊണ്ടാണ് എല്ലാ ബിസിനസ്സിനും ഒരു ലീഡ് ജനറേഷൻ സിസ്റ്റം ആവശ്യമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മോസ്റ്റ് ട്രഡീഷണൽ ബിസിനസ് ഡിപ്പെൻഡ് ഓൺ വർക്കിംഗ് കസ്റ്റമേഴ്സ്, റെഫറൽസ്, അതുപോലെ വേർഡ് ഓഫ് മൗത്ത്. ഈ ഒരു രൂപത്തിലാണ് ട്രഡീഷണൽ ബിസിനസ് കാര്യങ്ങളെല്ലാം ഇപ്പോഴും ചെയ്യുന്നത്. നമ്മളെ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് വരുന്ന വാക്കിംഗ് കസ്റ്റമേഴ്സ്, നടന്നു വരുന്ന കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ റെഫറൽസ്, ഒരാൾ റെഫർ ചെയ്തിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടോ നമ്മുടെ ഫാമിലിയോടോ ഒക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന, റെഫർ ചെയ്യുന്നതാണ് റെഫറൽസ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ വേർഡ് ഓഫ് മൗത്ത് എന്നുള്ളതാണ്. നമ്മളൊരു പ്രൊഡക്റ്റോ സർവീസോ മേടിച്ചിട്ട് നമ്മുടെ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വേറൊരാൾ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് വേർഡ് ഓഫ് മൗത്തിന്റെ ഒരു പവർ എന്നുള്ളത്. അതാണ് ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ബട്ട് ദിസ് മെത്തേഡ്സ് ആർ അൺപ്രഡിക്റ്റബിൾ എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു മെത്തേഡ്സ് നല്ല കാര്യങ്ങളാണ്, പക്ഷെ ഇതൊരു അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്കൊരു സ്ഥിരമാറുന്ന ഒരു സ്ഥിരതയായിട്ടുള്ള ഒരു ഒരു സെയിൽസ് നമുക്ക് ഇതിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. സം ഡേയ്സ് കസ്റ്റമേഴ്സ് കം, സം ഡേയ്സ് നോബഡി കം,
എ ലീഡ് ജനറേഷൻ സിസ്റ്റം ക്രിയേറ്റ് എ പ്രെഡിക്റ്റബിൾ ഫ്ലോ ഓഫ് എൻക്വയറി എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്തു കഴിഞ്ഞാൽ സംഡേ ചില ദിവസങ്ങളിൽ കസ്റ്റമേഴ്സ് വരും, ചില ദിവസങ്ങളിൽ ആരും വരില്ല. അതുകൊണ്ട് തന്നെ ഒരു ലീഡ് ജനറേഷൻ സിസ്റ്റം എന്നുള്ളത് ക്രിയേറ്റ് പ്രെഡിക്റ്റബിൾ ഫ്ലോ എന്നുള്ളതാണ്. നമ്മളൊരു ലീഡ് ജനറേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു എൻക്വയറീസ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. Instead of waiting customers, you just create system that attract customers എന്നുള്ളതാണ്. നമ്മൾ കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് വെയിറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ അതിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു രൂപത്തിൽ നിങ്ങളുടെ ഒരു സിസ്റ്റം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു സ്റ്റെബിലിറ്റി അതേപോലെ ഒരു ഗ്രോത്തിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. സെക്ഷൻ 3 ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം ആഡ്സ് ആണ്. നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു ചാനൽസ് ആണ് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, മെറ്റ ആഡ്സ് എന്ന് പറയും. ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം ആർ പവർഫുൾ പ്ലാറ്റ്ഫോം ഫോർ ജനറേറ്റിംഗ് ലീഡ്സ്. നമുക്ക് വേണ്ട ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 പ്ലാറ്റ്ഫോംസ് ആണ്, മെറ്റയുടെ പ്ലാറ്റ്ഫോംസ് ആണ് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് അത് പവർഫുൾ ആണെന്ന് പറയുന്നത്? ബിക്കോസ് യുവർ കസ്റ്റമേഴ്സ് ആർ ഓൾറെഡി സ്പെൻഡിങ് ടൈം ദർ. നിങ്ങളുടെ കസ്റ്റമേഴ്സ് അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണെന്ന് പറയുന്നത്. യു ക്യാൻ ഷോ യുവർ ഓഫേഴ്സ് ടു റൈറ്റ് ഓഡിയൻസ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ ഓഫേഴ്സുകളൊക്കെ ജസ്റ്റ് ഷോ ചെയ്തിട്ട് അവർക്ക് നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ റെസ്റ്റോറൻറ്റ് ക്യാൻ പ്രൊമോട്ട് സ്പെഷ്യൽ ഓഫേഴ്സ്. നിങ്ങൾക്കൊരു റെസ്റ്റോറൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് നിങ്ങളുടെ സ്പെഷ്യൽ ഓഫേഴ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. എ ട്രാവൽ കമ്പനി ക്യാൻ പ്രൊമോട്ട് ഹോളിഡേ പാക്കേജസ്. നിങ്ങളൊരു ട്രാവൽ കമ്പനിയാണ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹോളിഡേ പാക്കേജസ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എ സർവീസ് ബിസിനസ് ക്യാൻ പ്രൊമോട്ട് കൺസൾട്ടേഷൻസ്. നിങ്ങളൊരു സർവീസ് ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻസ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ്. അതുപോലെ നിങ്ങളൊരു ഷോപ്പാണ്, സിമ്പിൾ ആയിട്ടുള്ള ഷോപ്പാണ്, ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്രോസറി, ബേക്കറി, എന്തൊരു ഷോപ്പാണെന്നുണ്ടെങ്കിലും, ഫാൻസി ഏത് ഷോപ്പാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ്. ദ ഗോൾ ഓഫ് ദ ആഡ് ഈസ് വെരി സിമ്പിൾ. നമ്മുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്, ഈ ഒരു ആഡ്സ് ചെയ്യുന്നതിന്റെ ഗോൾ എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നമ്മളിലൂടെ താല്പര്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ നമുക്ക് എൻക്വയറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡോണ്ട് ഫോക്കസ് സെല്ലിംഗ് ഇമ്മീഡിയറ്റ്ലി എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ഒരു കസ്റ്റമേഴ്സ് ഒരു എൻക്വയറി അയച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മളെ ഒരു സെയിൽസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രൈസ് കൊടുത്തിട്ട് ഒരിക്കലും നമ്മൾ പെട്ടെന്ന് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഒരു കൺവേഴ്സേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവർ കോൾ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും മെസ്സേജ് ചെയ്തിട്ടാണെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഇൻഫർമേഷൻസ് കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളൊരു സെയിൽസിലേക്ക് പോവേണ്ടത് എന്നുള്ളതാണ്. സെക്ഷൻ ഫോർ ലീഡ് ഫോംസ്. നമ്മളൊരു ലീഡ്സ് ഫോം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ലൈക്ക് എ ലീഡ് ഫോം ഹെൽപ്പ് കളക്ട് കസ്റ്റമർ ഇൻഫർമേഷൻ. ഇതിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഇൻഫർമേഷൻസ്, ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു കസ്റ്റമേഴ്സിന്റെ അടുത്തൊരു ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ രൂപത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടത്. കസ്റ്റമർ നെയിം, അതേപോലെ ഫോൺ നമ്പർ, ബിസിനസ് നെയിം, ലൊക്കേഷൻ, റിക്വയർമെന്റ്സ്, അവർക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് റിക്വയർമെന്റ് ഉള്ളത്, ഈ രൂപത്തിലുള്ള ഫോംസുകളാണ്, ഡീറ്റെയിൽസ് ആണ്, ഇൻഫർമേഷൻസ് ആണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. വൺസ് എ കസ്റ്റമർ സബ്മിറ്റ് ദ ഫോം യു ക്യാൻ ഫോളോ അപ്പ് ലേറ്റർ എന്നുള്ളതാണ്. കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടും അവരെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ദിസ് ക്രിയേറ്റ് ഡാറ്റാബേസ് ഓഫ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്നുള്ളതാണ്.
ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് നിങ്ങൾ റിമെമ്പർ ചെയ്യുക. ദ മണി ഈസ് ദ ഫോളോ അപ്പ് എന്നുള്ളതാണ്. നമ്മൾ ഒരു കസ്റ്റമർ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെയിം ടൈമിൽ തന്നെ അവർ പേയ്മെന്റ് ചെയ്യണം എന്നുള്ള ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. മെനി ബിസിനസ് ലൂസ് സെയിൽസ് ബിക്കോസ് ദേ നെവർ ഫോളോ അപ്പ് എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ സെയിൽസ് നഷ്ടപ്പെടുത്തുന്നത് അവർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു സെയിൽസ് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു രൂപത്തിൽ ഫോളോ അപ്പ് ലീഡ്സ് കളക്ട് ചെയ്തിട്ട് ഫോം രൂപത്തിൽ കളക്ട് ചെയ്തിട്ട് നമുക്ക് അവരെ പിന്നീട് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതൊരു സെയിൽസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളതാണ്. സെക്ഷൻ 5 വാട്സപ്പ് എൻക്വയറി സിസ്റ്റം ആണ്. നമുക്കറിയാം വാട്സപ്പ് എന്നുള്ളത് ഒരു ബെസ്റ്റ് ബിസിനസ് ടൂളാണ്. നിങ്ങൾ വാട്സപ്പ് ബിസിനസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകളും വാട്സപ്പ് യൂസ് ചെയ്യുന്നത് ഒരു ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ആയിട്ട് മാത്രമാണ്. പക്ഷേ സ്മാർട്ട് ആയിട്ടുള്ള ബിസിനസ് പീപ്പിൾ യൂസ് ചെയ്യുന്നത് വാട്സപ്പിനെ ഒരു സെയിൽസ് മെഷീൻ ആയിട്ടാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വാട്സപ്പിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വാട്സപ്പിൽ ചെയ്യുന്ന സമയത്ത്. വാട്സപ്പ് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു ജനറേറ്റ് ലീഡ്സ് എന്നുള്ളതാണ്. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇൻസ്റ്റന്റ് ആസ്കിങ് കസ്റ്റമേഴ്സ് ടു കോൾ യു മേക്ക് ഇറ്റ് സിമ്പിൾ. നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് കോൾ ചെയ്യാൻ പറയുന്നതിന് പകരമായിട്ട് യൂസ് വാട്സപ്പ് ബട്ടൺ എന്നുള്ളതാണ്. നിങ്ങൾ ആഡ്സ് റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ബട്ടൺ നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മെസ്സേജസ് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ മോർ ഡീറ്റെയിൽസ്. അപ്പോൾ തന്നെ വെൻ കസ്റ്റമേഴ്സ് ക്ലിക്ക് ഹിയർ എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ദേ കം ഡയറക്ട്ലി ടു വാട്സപ്പ് എന്നുള്ളതാണ്. യു ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻസ്, ബിൽഡ് ട്രസ്റ്റ്. അപ്പോൾ തന്നെ നിങ്ങളുടെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ക്ലോസർ ആയിട്ട് മൂവ് ദം ക്ലോസർ ടു ബൈയിങ്. അവരെ നിങ്ങളെ ഐറ്റംസ് പർച്ചേസ് ചെയ്യുക, സെല് ചെയ്യാൻ വേണ്ടി അവർക്ക് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. വാട്സപ്പ് ഈസ് ദ വൺ ഓഫ് ദ ഹയസ്റ്റ് കൺവേർട്ടിംഗ് ടൂൾസ് ഫോർ സ്മോൾ ബിസിനസ് എന്നുള്ളതാണ്. വാട്സപ്പ് എന്നുള്ളത് ഒരു ഹൈ കൺവേർട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് സ്മോൾ ബിസിനസ്സിൽ. അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിൽ ഓട്ടോമേഷൻസ്, ഓട്ടോ റീപ്ലേസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മാനുവൽ ആയിട്ട് റീപ്ലേ ചെയ്യുന്നതിന് പകരമായിട്ട് ഈ ഒരു ഓട്ടോമേഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. വരുന്ന ലീഡ്സിനൊക്കെ സെയിൽസ് വളരെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സെക്ഷൻ 6 CTA സ്ട്രാറ്റജി എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം CTA എന്നാൽ എന്താണ്? എന്താണ് CTA? CTA മീൻസ് കോൾ ടു ആക്ഷൻ എന്നുള്ളതാണ്. പല ആളുകളും ആഡ്സ് റൺ ചെയ്യും, അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്നുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആ ഒരു വീഡിയോ കഴിഞ്ഞാൽ അതിൽ CTA ഇല്ല എന്നുണ്ടെങ്കിൽ അതിലെ പ്രോബ്ലം എന്താണ്? കസ്റ്റമേഴ്സ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുള്ളതാണ്. കസ്റ്റമേഴ്സ് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്കറിയില്ല. യു മസ്റ്റ് ടെൽ കസ്റ്റമേഴ്സ് എക്സാക്ട്ലി വാട്ട് ടു ഡു നെക്സ്റ്റ്. എന്താണ് കസ്റ്റമേഴ്സ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ സിമ്പിളായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ബാഡ് CTA എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് CTAന്റെ എക്സാമ്പിളാണ് കോണ്ടാക്ടസ് എന്നുള്ളത്, അല്ലെങ്കിൽ കോണ്ടാക്ടസ്. അതൊക്കെ ഒരു ബാഡ് CTA ആണ്. ഗുഡ് CTA എന്ന് പറഞ്ഞാൽ മെസ്സേജസ് ഓൺ വാട്സപ്പ്, ഗെറ്റ് ഫ്രീ കൺസൾട്ടേഷൻ, ക്ലെയിം യുവർ ഓഫേഴ്സ് ടുഡേ, ബുക്ക് യുവർ ഫ്രീ ഡെമോ, ഡൗൺലോഡ് ദ ഗൈഡ്. ഈ ഒരു രൂപത്തിലായിരിക്കും ഗുഡ് CTA നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള CTAs നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മെസ്സേജസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റെസ്പോൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിലൂടെ തന്നെ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നെവർ ലീവ് കസ്റ്റമേഴ്സ് കൺഫ്യൂസ്ഡ് എന്നുള്ളതാണ്. ഒരു കസ്റ്റമേഴ്സ് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഒരിക്കലും ഒരു കൺഫ്യൂസ് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചയക്കുന്ന രൂപത്തിൽ ഒരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ CTA സ്ട്രാറ്റജീസ് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഏഴാമത്തെ സെക്ഷന് സിമ്പിൾ ലീഡ് ജനറേഷൻ ഫണൽ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഒരു ഫണൽ എന്നാൽ എന്താണ്? ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു എക്സാമ്പിൾ ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അതിന്റെ മുകളിൽ വലിയ വട്ടായിരിക്കും വരുന്നത്, അതിന്റെ വാവട്ടം വലുതായിരിക്കും,
താഴോട്ട് വരുന്തോറും അത് ചെറുതായിട്ട് അങ്ങനെ വരും. അത് അപ്പോൾ നമ്മളൊരു ബോട്ടിലൊക്കെ എന്തെങ്കിലും വെള്ളം അല്ലെങ്കിൽ ഓയിലോ ഒക്കെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മരുന്ന് മെഡിസിൻസ് ഒക്കെ ഫില്ല് ചെയ്യണം, ലിക്വിഡ് ഐറ്റംസ് ഒക്കെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫണൽ യൂസ് ചെയ്തിട്ടാണ് ആളുകൾ ഫില്ല് ചെയ്യുക. സോ ജസ്റ്റ് അത്തരത്തിൽ നമുക്ക് നമ്മളിലേക്ക് വരുന്ന ഒരു ലീഡ് ജനറേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഫണലും അതുപോലെ തന്നെയാണ്. നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഫസ്റ്റ് വരുന്നുണ്ടാകും. അതിന്റെ ഒരു ക്വാളിറ്റി ലീഡ്സ് അനുസരിച്ചിട്ട് പിന്നെ അത് കുറഞ്ഞ് കുറഞ്ഞ് താഴോട്ട് വരും എന്നുള്ളതാണ്. ലൈക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ബിസിനസ് ഫണൽ എടുത്തു നോക്കാം. ഹിയർ ഈസ് ദ സിമ്പിൾ ബിസിനസ് ഫണൽ ആണിത്. ലൈക്ക് നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യുന്നു. ആ ഒരു അഡ്വർടൈസ്മെന്റ് ഒരുപാട് ആളുകൾ കാണുന്നുണ്ടാവും. താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യും? വാട്സപ്പിലൂടെ എൻക്വയറി ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആ എൻക്വയറി ചെയ്ത ആളുകൾ എല്ലാം നമുക്ക് കസ്റ്റമേഴ്സ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവില്ല. അത് നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യുന്നു. ഫോളോ അപ്പ് ചെയ്താൽ അതിൽ കുറച്ച് ആളുകൾ മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഒരു 10 ആൾ അഡ്വർടൈസ്മെന്റ് 1000 പേര് അഡ്വർടൈസ്മെന്റ് കണ്ടു. അതിന്ന് വാട്സപ്പിലൂടെ വരുന്നത് മേ ബി ഒരു 100 ആളുകളായിരിക്കാം. അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഫോളോ അപ്പ് ചെയ്യുന്നു. അതിലൂടെ ഒരു സെയിൽസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് മേ ബി ഒരു 10 പേരെ ആയിരിക്കാം. ഇതാണ് ഒരു ഫണൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് വരുന്ന മുകളിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അത് താഴോട്ട് വരുംതോറും അത് ചെറിയ ഒരു ക്വാളിറ്റി ലീഡ്സ് ആയിട്ട് മാറി മാറി പിന്നെ അത് ആ ഒരു ലീഡ്സിനെ നമ്മൾ സെയിൽസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബിസിനസ് ഫണൽ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കസ്റ്റമേഴ്സ് സീ യുവർ ഫേസ്ബുക്ക് ആഡ്, കസ്റ്റമേഴ്സ് ക്ലിക്ക് വാട്സപ്പ്, യു ആൻസർ ക്വസ്റ്റ്യൻസ്, യു ഫോളോ അപ്പ്, കസ്റ്റമേഴ്സ് ബൈ എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ. സിമ്പിൾ, റിപ്പീറ്റബിൾ, സ്കെയിലബിൾ ആണ്. ഈ ഒരു മെത്തേഡിലുള്ള ഫണൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു വൺസ് നമ്മളൊരു ബിസിനസ്സിൽ ഒരു ഫണൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് റിപ്പീറ്റബിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ സ്കെയിലബിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ആഡിന് ഒരു 500 റുപ്പീസ് ആണ് നിങ്ങൾ ഡെയിലി സ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു ഫണൽ സെറ്റ് ചെയ്തു, സിസ്റ്റംസ് കാര്യങ്ങൾ ഓട്ടോമേഷൻസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. കസ്റ്റമേഴ്സ് മെസ്സേജ് അയക്കുന്നു. അത് നമുക്കറിയാം, അത് വാട്സപ്പിലൂടെ ക്ലിക്ക് ചെയ്യുന്നു, അതിന്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നു, കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നു. നിങ്ങളിതൊരു 500 റുപ്പീസിന് നിങ്ങൾ ആഡ് സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തു. ഈ ഒരു കാര്യങ്ങൾ തന്നെ നമുക്ക് റിപ്പീറ്റബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ തന്നെ സ്കെയിലബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു എമൗണ്ടിൽ 500 കൊടുത്തത് നമുക്കൊരു 1000 അല്ലെങ്കിൽ ഒരു 2000 5000 ആ ഒരു രൂപത്തിൽ സ്കെയിലബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബിസിനസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗ്രോത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഫണൽസ് കാര്യങ്ങളെല്ലാം ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് മോഡേൺ ബിസിനസ് ഗ്രോ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ഒരു ടെസ്റ്റിംഗ് പർപ്പസിൽ ചെറിയ എമൗണ്ട്, ലൈക്ക് നിങ്ങൾ ഒരു 100 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുക. അത് പിന്നെ നമുക്ക് സെയിൽസ് വരുന്ന 100 റുപ്പീസ് ചെയ്യുന്ന സമയത്ത് ഒരു 2 3 സെയിൽസ് ആണ്, ലീഡ്സ് ആണ്, കുറച്ചും ലീഡ്സ് ആണ് വന്നൊരു 10 ലീഡ്സ് വന്നു. അതിൽ 5 ആളുകളെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു, അല്ലെങ്കിൽ 2 ആളെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഇത്ര എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇത്ര എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ലൈക്ക് എമൗണ്ട് നമുക്ക് കൂട്ടിയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു സിമ്പിൾ ലീഡ് ജനറേഷൻ ഫണൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി ടുഡേ അസൈൻമെന്റ് എന്നുള്ളത് കംപ്ലീറ്റ് ദിസ് ടാസ്ക് ടുഡേ എന്നുള്ളതാണ്. ക്രിയേറ്റ് വൺ ഓഫർ. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളൊരു ഓഫർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഏതൊരു ബിസിനസ്സാണ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും, നിങ്ങളിപ്പോൾ ട്രാവൽ ഏജൻസി അതുപോലെ തന്നെ ഷോപ്പ് ആണെങ്കിൽ രൂപത്തിൽ നിങ്ങളൊരു ജസ്റ്റ് ഒരു ഓഫർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഫ്രീ കൺസൾട്ടേഷൻ, അതുപോലെ നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഒരു 10% ഡിസ്കൗണ്ട്, അപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ബിസിനസ്സിൽ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഓഡിറ്റ്, അപ്പോൾ ടൂർസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പാക്കേജസ്, സ്പെഷ്യൽ പാക്കേജസ് കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് ടാസ്ക് ക്രിയേറ്റ് വൺ വാട്സപ്പ് CTA എന്നുള്ളതാണ്. അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അസ് ഓൺ വാട്സപ്പ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളതാണ്. ലൈക്ക് നിങ്ങൾ വാട്സപ്പിലേക്ക് ഒരു CTA നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഈ ഒരു ടാസ്കുകൾ ഇന്ന് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ തന്നെ
സിമ്പിൾ ആയിട്ടുള്ള ഒരു ലീഡ് ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന്റെ നെയിം, ഫോൺ നമ്പർ, അതുപോലെ തന്നെ റിക്വയർമെന്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ലീഡ്സ് നിങ്ങൾ കളക്ട് ചെയ്യാം. ഇത് ലീഡ്സ് കളക്ട് ചെയ്ത് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ ചെയ്യാം. നിങ്ങളൊരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്കൊരു ഫോം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് രൂപത്തിലെ ഇൻഫർമേഷൻസ് ആണ് വേണ്ടത് അത് വേണ്ടി ചെയ്യാം. ഇനി നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിന്റെ ആവശ്യമില്ല. ലൈക്ക് നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതുപോലത്തെ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് പിന്നീടും അവരെ കണക്ട് ചെയ്യാറൊക്കെ, അവരുമായിട്ട് ജസ്റ്റ് സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ. ചിലപ്പോൾ ചില കേസസിലൊക്കെ ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് 2ഉം 3ഉം ഫോളോ അപ്പ് 4 ഫോളോ അപ്പ് കഴിഞ്ഞാലാണ് നമുക്കൊരു കസ്റ്റമേഴ്സിന്റെ സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പല ബിസിനസ്സിലും പല ആളുകളും മിസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഫോളോ അപ്പ് എന്നുള്ളത്. അവർ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ലീഡ് വന്നു കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് വൺ ടൈം ഇൻഫർമേഷൻ അയച്ചു കൊടുക്കും, പിന്നെ അവർ ഫോളോ അപ്പ് കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല. നമുക്ക് ഇതിനൊക്കെ ഓട്ടോമേഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്ര മണിക്കൂറിന് ശേഷം, ഒരു ഡേ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ 2 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിമൈൻഡേഴ്സ് പോകണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെക്കാം. അതൊക്കെയാണ് ഒരു ഡിജിറ്റൽ പോസിബിലിറ്റീസ് എന്നുള്ളത്. അത് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ബിസിനസ്സിൽ. നമ്മൾ ജസ്റ്റ് ക്ലോസിംഗിലേക്ക് പോവുകയാണ്. ഇന്നത്തെ സെക്ഷന് ഡേ 3 ക്ലോസ് ചെയ്യാണ്. കൺഗ്രാറ്റുലേഷൻസ് ഫോർ കംപ്ലീറ്റിംഗ് ഡേ 3. ടുഡേ യു ലേൺ ഹൗ ടു ബിൽഡ് സിമ്പിൾ ലീഡ് ജനറേഷൻ സിസ്റ്റം എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ പഠിച്ചത് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഒരു ലീഡ് ജനറേഷൻ സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ച് റിമൈൻഡേഴ്സ് ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്, ലീഡ്സ് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് സെയിൽസ് എന്നുള്ളതാണ്. സെയിൽസ് ക്രിയേറ്റ് ഗ്രോത്ത്. നിങ്ങളുടെ ബിസിനസ്സിൽ സെയിൽസ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സെയിൽസിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ലീഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ലീഡ്സ് ആണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് സെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ടുമോറോ വി വിൽ ലേൺ ഹൗ ടു ക്രിയേറ്റ് കണ്ടന്റ് ദാറ്റ് അട്രാക്ട് കസ്റ്റമേഴ്സ് ആൻഡ് ബിൽഡ് ട്രസ്റ്റ് ഓൺലൈൻ. നാളെ നമ്മൾ എങ്ങനെയാണ് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, അതിലൂടെ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുക, അതിലൂടെ നമുക്ക് എങ്ങനെയാണ് ഒരു ഓൺലൈനായിട്ട് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നാളെ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. സി യു ഡേ 4. താങ്ക് യു.